ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വാശിയേറിയ മത്സരം പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാന മണ്ഡലമാണ് തൃത്താല. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ തന്നെയാണ്, എം ബി രാജേഷും വി ടി ബൽറാമും. അപ്പോൾ തൃത്താല മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഒരു 7 വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ നമ്മളിതിൻ്റെ കുറച്ച് വർഷങ്ങളായിട്ട് ഏതൊക്കെ പാർട്ടികൾ ഏതെല്ലാം തരത്തിൽ വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്, ഏതെല്ലാം പാർട്ടികൾക്ക് സ്വാധീനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൃത്താലയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2001 മുതൽ അങ്ങ് എടുക്കുകയാണെങ്കിൽ 2001 സി പി എം ആയിരുന്നു അന്ന് അവിടെ വിജയിച്ചിരുന്നത്. അത് വി കെ ചന്ദ്രനായിരുന്നു അന്നത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച് MLA ആയത്. അന്ന് 47.2% അന്ന് ഇദ്ദേഹത്തിന് ലഭിച്ചത്. തൊട്ട് താഴെ ഉണ്ടായിരുന്ന കോൺഗ്രസിലെ പി ബാലന് 47%. അതായത് വെറും 499 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് സി പി എം അവിടെ ജയിച്ചത്. അന്ന് ബി ജെ പിക്ക് കിട്ടിയത് 6% മാത്രം. അതായത് ബി ജെ പി ഒക്കെ വളരെ എത്രയോ താഴെ, അത് ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ല എന്ന് തന്നെ അന്നില്ലായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് സി പി എം അവിടെ വിജയിച്ചെങ്കിലും കോൺഗ്രസിന് ശക്തി ഏറിയ ഒരു മണ്ഡലം തന്നെയാണ്. അതായത് അന്നേ കോൺഗ്രസിന് അത്ര ഒരു ശക്തി ഉണ്ടെന്നുള്ളതാണ്. 2006 എത്തിക്കഴിഞ്ഞപ്പോൾ സി പി എമ്മിലെ ടി പി കുഞ്ഞുണ്ണി അദ്ദേഹത്തിന് 48.3%. പി ബാലൻ തന്നെ കഴിഞ്ഞ തവണ 2001 മത്സരിച്ച കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പി ബാലൻ 42.6%. അവിടെ കോൺഗ്രസിന് കുറഞ്ഞു, സി പി എമ്മിന് കൂടി. ബി ജെ പിക്കും വലുതായിട്ടൊന്നുമില്ല, 1% ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ 1%. അപ്പോൾ ഒരിക്കലും ബി ജെ പിയുടെ വോട്ടല്ല പോയിരിക്കുന്നത്, അതായത് വേറെ കോൺഗ്രസിലെ വോട്ട് ബി ജെ പിയിലോട്ടും വന്നിട്ടില്ല, അത് സി പി എമ്മിലേക്ക് തന്നെയാണ് അവിടെ പോയിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് 2011 എടുക്കുമ്പോൾ 11 മുതലാണ് ഈ പറയുന്ന വി ടി ബൽറാമിന്റെ ഒരു തേരോട്ടം, അദ്ദേഹത്തിന്റെ ഒരു പവർ അദ്ദേഹം അവിടെ കാണിച്ചു തുടങ്ങിയത്. അന്ന് ഈ പറയുന്ന കഴിഞ്ഞ 2 തവണയും അവിടെ ഈ പറഞ്ഞ സി പി എമ്മിന്റെ കുത്തകയായിരുന്ന ആ ഒരു മണ്ഡലം വി ടി ബൽറാം പിടിച്ചെടുത്തത്. 47.3% വോട്ട് ഷെയറാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. തൊട്ട് താഴെ സി പി എമ്മിലെ മാമിക്കുട്ടി, അദ്ദേഹത്തിന് 44.75. ബി ജെ പിയുടെ വി രാമൻകുട്ടിക്ക് 4.8%. ബി ജെ പി വീണ്ടും താഴോട്ട് പോയി, കോൺഗ്രസിന് അവിടെ, അതായത് ഈ പറഞ്ഞ സി പി എമ്മിനെയൊക്കെ കടത്തി വെട്ടി വി ടി ബൽറാം വോട്ട് വിഹിതം കൂട്ടി. അത് 2006 കൂടുതൽ, ഓൾമോസ്റ്റ് ഒരു 10% അടുത്ത് കോൺഗ്രസിന് UDF വോട്ട് വിഹിതം കൂട്ടി എന്നുള്ളതാണ്. 2016 വീണ്ടും വി ടി ബൽറാം തന്നെ സിറ്റിംഗ് MLA തന്നെ അവിടെ മത്സരിച്ചു. വി ടി ബൽറാം അവിടെ സ്കോർ ചെയ്തു. അദ്ദേഹത്തിന് ഏകദേശം ഇത്ര തന്നെ 47%. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, സി പി എമ്മിന് സുബൈദ ഇസഹാക്ക് ആയിരുന്നു, അവർക്ക് 39.68%. അതായത് സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞു വരും നമ്മൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. തൊട്ട് മുമ്പ് 2011 47% മുകളിൽ ഉണ്ടായിരുന്നത് 39. ബി ജെ പിയുടെ വി ടി രമ അവർക്ക് 10.29%. അതായത് ബി ജെ പി ആദ്യമായി ഒരു 2 അക്കം അവിടെ കിടന്നു എന്നുള്ളതാണ്. അത് ആ വോട്ട് സി പി എമ്മിന്റെ വോട്ട് തന്നെയാണ് ഇപ്പുറത്തോട്ട് പോയിരിക്കുന്നത്. പിന്നെ ഈ സമയങ്ങളൊക്കെ 2011 16 അവിടെ SDPIയും PDPയും BSP ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ വോട്ട് മാത്രമേ ഉള്ളൂ, 1% താഴെ വോട്ട് വിഹിതം മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ. 2021 ആയപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ വി ടി ബൽറാമിനെ തോപ്പിച്ചുകൊണ്ട് അവിടെ എം ബി രാജേഷ് അവിടെ സ്കോർ ചെയ്തത്. എം ബി രാജേഷ് സി പി എമ്മിൽ നിന്ന് അദ്ദേഹം 45.8%. വി ടി ബൽറാമിന് വലിയ വ്യത്യാസമൊന്നുമില്ല. വി ടി ബൽറാം 43.8% ആണ് വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു 2% അടുത്ത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബി ജെ പിയുടെ ശംഖുദാസ് 8.4, ഒരു പൊടിക്ക് കുറഞ്ഞു. അത് നമ്മൾ ആ സി പി എമ്മിന് കുറച്ച് വോട്ട് ഇപ്പുറത്തോട്ട് ബി ജെ പിയിലോട്ട് എന്തായാലും വന്നു. പിന്നെ ബി ജെ പിയുടെ വോട്ട് വിഹിതം കുറയാനുള്ള മറ്റൊരു സാധ്യത SDPIക്ക് 1%, BSPക്ക് 0.2%. അപ്പോൾ ഏകദേശം ഒരു 1% എനിക്ക് തോന്നുന്നു ഈ ബി ജെ പിക്ക് കുറഞ്ഞത്. SDPIക്ക് ആ വോട്ടുകൾ അവിടെ എവിടേക്കോ ഏതെല്ലാം കാരണങ്ങളോടാണല്ല, എന്തായാലും SDPIക്ക് വോട്ട് വീതം കൂടിയിട്ടുണ്ട് അവിടെ എന്തായാലും. ഇത് കഴിഞ്ഞ് പിന്നെ ആണ് ഇപ്പോഴത്തെ ഒരു മത്സരം ഇത്ര വാശിയേറെന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ വി ടി ബൽറാം വന്നു, അവിടെ സി പി എമ്മിന്റെ കുത്തകയായിരുന്ന ഒരു ഏരിയയിൽ വന്ന് അവിടെ സ്കോർ ചെയ്ത് വിജയിക്കുന്നു, 2 തവണ വിജയിക്കുന്നു. 3ാമത്തെ തവണ ഹാട്രിക് ആവുന്ന വിചാരത്തോടത്താണ് എം ബി രാജേഷ് വന്ന് ഈ പറയുന്ന ബൽറാമിനെ അടിച്ച് ഇതാക്കുന്നത്. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അന്ന് വി ടി ബൽറാമിനെതിരെ ആരോപണമല്ല, വി ടി ബൽറാം നമുക്കറിയാം കോൺഗ്രസ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ AKG കുറിച്ചൊക്കെ ഒരു വളരെ മോശമായിട്ടൊരു കമന്റ് ഒക്കെ ഇട്ടു, അത് കുറച്ച് മുമ്പാണ്. പക്ഷെ ആ സമയത്തൊക്കെ കോൺഗ്രസ് അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം അപ്പോഴും MLA ആണ്. അദ്ദേഹം അതിനുശേഷം അദ്ദേഹം വിജയിച്ചു. ഇത് കഴിഞ്ഞ് 2021 എത്തിയപ്പോൾ ഈ പറയുന്ന സി പി എമ്മിന് ഒരു വാശി തന്നെ അവിടെ വന്നു.
ഞാൻ മനസ്സിലാക്കുന്നത് ഈ AKGയുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂവും എല്ലാം കണക്കാക്കി ഒരു വാശി വന്നു എങ്ങനെയെങ്കിലും VT ബലറാമിനെ തോൽപ്പിക്കണം എന്നുള്ളതായിരുന്നു CPM-ന്റെ ആവശ്യം. അങ്ങനെയാണ് ലോകസഭ ഇലക്ഷന് 2019 ലോകസഭയിൽ തോറ്റ വ്യക്തിയാണ് MP രാജേഷ്. പക്ഷേ MP രാജേഷിന് ഒരു സ്വാധീനമുള്ള ഒരു ജനകീയനായ ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ നിർത്തുന്നു, VT ബലറാമിനെ തോൽപ്പിക്കുന്നു. VT ബലറാമിനെ എന്താ പറയുക തോൽപ്പിച്ച ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് BJPയുടെ വോട്ട് വിഹിതം അവിടെ കുറച്ച് കുറഞ്ഞിട്ടും കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും MP രാജേഷ് ജയിച്ചു. അദ്ദേഹം നമുക്കറിയാം ആദ്യം സ്പീക്കറായി, അതിനുശേഷം അദ്ദേഹം എക്സൈസ് മന്ത്രി. ഇപ്രാവശ്യം അവിടെ ഭയങ്കര വാശിയേറിയ മത്സരം എന്ന് പറയുന്നത് VT ബലറാമും നിൽക്കുന്നുണ്ട്, MP രാജേഷ് നിൽക്കുന്നുണ്ട്. MP രാജേഷിന് ഇതെന്തുകൊണ്ടും ഈ സീറ്റ് നിലനിർത്തിയേ പറ്റുള്ളൂ, തുടർഭരണം കൊണ്ടുപോകണം. VT ബലറാമിനാണെങ്കിൽ ഇത് എന്താ പറയുക, തനിക്ക് കഴിഞ്ഞ വർഷം കൈവിട്ടു പോയത് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. BJPക്ക് ആണെങ്കിൽ വോട്ട് വീതം കൂടുള്ളൂ. BJPയോട് ജയിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ BJPക്ക് അവിടെ വോട്ട് വീതം കൂട്ടണം. അതിന് ഇപ്രാവശ്യം ഉണ്ണികൃഷ്ണൻ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം നിർത്തിക്കുന്നത്. അപ്പോൾ BJPക്ക് ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു തവണ മാത്രമാണ് ഒരു 2 അക്കം 10% കിടന്നിട്ടുള്ളൂ. പിന്നെ അത് കുറഞ്ഞു, 8% പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് കൂട്ടണം. ഈ പറഞ്ഞ 2 അക്കത്തിലോട്ട് പോകണം. എത്രത്തോളം പോകും എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും BJPയുടെ ഉദ്ദേശം വോട്ട് വിഹിതം കൂട്ടുക എന്നുള്ളതാണ്. UDFനും LDFനും ജയിച്ചേ തീരുള്ളൂ. അപ്പോൾ അവർ തമ്മിലാണ് ശരിക്കും ഒരു വാശിയുള്ള മത്സരം. നമ്മൾ ഓരോ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചില മണ്ഡലങ്ങൾ UDFും BJPയും തമ്മിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് പോലത്തെ മണ്ഡലമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയാം ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അത് അവിടെ UDFും BJPയും തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ LDFും BJPയും തമ്മിലാണ്, ചില സ്ഥലങ്ങളിൽ LDF UDFും തമ്മിലായിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തായാലും LDFും UDFും തമ്മിൽ തന്നെയാണ്. അതിൽ ആരൊന്നാമനാവും എന്നുള്ളതാണ് അവിടെ ഒരു മത്സരം. അതിൽ രണ്ടുപേരും വളരെ വാശിയേറിയ രീതിയിൽ തന്നെയാണ് രണ്ടുപേരും അവിടെ എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ MP രാജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അൻപോട തൃത്താല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വികസന എന്താ പറയുക ക്യാമ്പയിനുകളും, പിന്നെ അദ്ദേഹം ഇപ്രാവശ്യം 1132 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ 5 കൊല്ലം കൊണ്ട് ഉണ്ട്. MP രാജേഷ് അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭരണത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വെച്ച് അപ്പോൾ ഒരു സംവാദത്തിന് തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഈ പറയുന്ന ഈ റിപ്പോർട്ടൊക്കെ വെറും ഒരു PR വർക്കിന്റെ പുറത്തുള്ള ഒരു നുണക്കഥയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, അത്തരം ഒരു നുണക്കഥയ്ക്ക് വേണ്ടിയിട്ട് സമയം കളയാനില്ല എന്ന് പറഞ്ഞ സംവാദത്തിനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ബൽറാം പറഞ്ഞിരുന്നത്. വെറും ഒരു PR റിപ്പോർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്രാവശ്യം UDF വളരെ പ്രതീക്ഷയാണ്. കാരണം ലോകസഭയും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ എന്താ പറയുക ഈ ഇദ്ദേഹം MP രാജേഷ് അവിടെ ജയിച്ച ശേഷമാണെങ്കിൽ കൂടിയും അതിനുശേഷം നടന്ന ഇലക്ഷനിലെല്ലാം നമുക്കറിയാം ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പരക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അത് തൃത്താല മണ്ഡലത്തിൽ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് LDFന്. അത് UDFന് ഗുണമാണ് എന്നാണ് എന്തായാലും അവരത് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. കാരണം നമുക്കറിയാം ഈ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ദിവസവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലേ ദിവസവും വരുന്ന ഏതൊരു കാര്യവും ഇലക്ഷനെ ബാധിക്കാൻ പറ്റും. അത് നമ്മൾ തൃശ്ശൂരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തൃശ്ശൂർ പൂരം കലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ April 9 April 8 എന്താണോ അന്നത്തെ ആ ഒരു മൂഡ്, അന്ന് നടക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് വെച്ചോ അല്ലെങ്കിൽ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഒരു വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടേഴ്സിനെ ഇത് ബാധിക്കുക അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഇപ്രാവശ്യം എല്ലായിടത്തും എന്താ പറയുക സ്വതന്ത്രര് അല്ലെങ്കിൽ അപരന്മാരുണ്ട്. ഇപ്രാവശ്യവും 2 ബൽറാമാരും 1 രാജേഷും അവിടെ അപരന്മാരായിട്ടുണ്ട്. 3 അപരന്മാരാണ് ഇപ്പോൾ ഇവർക്ക് 2 പേർക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ എത്രത്തോളം വരുമെന്നുള്ളത് നോക്കാം. എന്നാലും ഇവർ തിരിച്ചു പിടിക്കുമെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2001 മുതലുള്ള വോട്ട് ഷെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശരിക്കും 1967 അവിടെ CPM ആണ് ഭരിച്ചത്. അത് കഴിഞ്ഞ് 70 കോൺഗ്രസ്, ശരിക്കും പറഞ്ഞാൽ 87 വരെ, അതായത് ഒരു 70 മുതൽ 87 വരെ കോൺഗ്രസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 91 മുതൽ 2001 വരെ CPM ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് VT ബൽറാം വന്ന് കോൺഗ്രസ് പിടിച്ചത്. പിന്നെ ഇപ്പോൾ CPM പിടിച്ചത്. അപ്പൊ ശരിക്കും ഒരു 70 മുതൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു കാലയളവ്, ഏകദേശം ഒരു 10 വർഷം മിനിമം ഒരു കാലയളവ് എപ്പോഴും ഒരു പാർട്ടി പിടിച്ച് വെക്കാറുണ്ട്. അത് കേട്ടാണ് അടുത്ത പാർട്ടിയിലോട്ട് 1991 മുതൽ 2011 വരെ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം 20 വർഷത്തോളം. അതിനു മുമ്പ് 70 മുതൽ 91 വരെ. അപ്പോൾ ഒരു 20 വർഷത്തോളം ഒരു പാർട്ടി പിടിച്ചു വെക്കുന്നതാണ്. അവിടുന്ന് അങ്ങോട്ട് 10 വർഷം VT ബൽറാം പിടിച്ചു. ഇനി ഇപ്പോ ഈ പറയുന്ന MP രാജേഷാണ് കഴിഞ്ഞ 5 വർഷം. ഇപ്രാവശ്യം കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു 5 വർഷം കൂടി പോവാം. അപ്പോൾ ഒരു 10 വർഷം എന്താ പറയുക LDFന് വേണ്ടി സീറ്റ് പിടിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് അവകാശപ്പെടാം.
എങ്ങാനും എം പി രാജേഷ് തോറ്റു കഴിഞ്ഞാൽ അത് LDF ഒരു വലിയൊരു ക്ഷീണം. ഈ പറഞ്ഞ തൃത്താല മണ്ഡലത്തിലെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 50 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടി മിനിമം ഒരു 10 വർഷം അവിടെ ഭരിച്ചിട്ടുണ്ട്. അത് ആ ഒരു ചരിത്രം തിരുത്തി കുറിക്കുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എം പി രാജേഷിന് അത് വലിയ ഒരു എന്താ പറയുക ഒരു അടി തന്നെയായിരിക്കും. LDF വലിയ ഒരു അടി തന്നെയായിരിക്കും.